ഗൈസ്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? നമ്മുടെ ഗെയിമിലേക്ക് പിസ്സ ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ലീക്ക് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ക്ലിപ്പ് എന്നൊക്കെ വെച്ചാൽ ഇതാണ് റൂമർ കാര്യങ്ങളൊക്കെ കേട്ട പിസ്സ ബൈക്കും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആണ് മിക്ക കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടാത്തതാണ് നമ്മൾ ട്രീ ഹൗസിൽ എങ്ങനെ ടെക്സ്ചർ ആഡ് ചെയ്യാമെന്ന്. മിക്ക കൂട്ടുകാരും ഇതിൻ്റെ ടെക്സ്ചർ അല്ലാത്ത പ്രൊജക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്താണ് ഇതെടുക്കുന്നത്. അപ്പോൾ ഇത് വൈറ്റ് കളറിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഈ ടെക്സ്ചർ ട്രീസ് എടുക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. എല്ലാവരും വീഡിയോയിൽ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ അത് ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായി ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ ടെക്സ്ചർ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്കിത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കാതെ തന്നെ എങ്ങനെയാണ് ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. ട്രീ ഹൗസ് നമുക്ക് എടുക്കണമെങ്കിൽ ആദ്യം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ 2 ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ആ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറുമ്പോൾ അതിൽ 2 ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ലിങ്കിൽ ഫസ്റ്റ് കിടക്കുന്ന ലിങ്ക് ടെക്സ്ചറിൻ്റെയും ആണ്, സെക്കൻഡ് കിടക്കുന്നത് പ്രൊജക്റ്റും ആണ്. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടെക്സ്ചർ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു ഫയലിലോട്ട് പോകുന്നതായിരിക്കും. അതിൽ നമുക്ക് 6 ഫോട്ടോസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ആദ്യം കിടക്കുന്ന ഫോട്ടോ തൊട്ട് അതിൽ 6 ഫോട്ടോയാണ് മൊത്തം ഉള്ളത്. ആ 6 ഫോട്ടോയും അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. അതെല്ലാം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അടിയിൽ കിടക്കുന്ന ലിങ്ക്, അടിയിൽ കിടക്കുന്ന പ്രൊജക്റ്റ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ RGS ടൂൾ എടുത്തതിന് ശേഷം ബാൻ 1 എന്നടിക്കണം. ബാൻ 1 എന്നടിക്കുമ്പോൾ നമ്മൾ നേരെ ഗാലറിയിലോട്ട് പോകുന്നതായിരിക്കും. ഗാലറിയിലോട്ട് പോയതിന് ശേഷം നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ഇമേജ് വേണം നമ്മൾ ബാൻ 1 കൊടുക്കാനുള്ളത്. പിന്നെ രണ്ടാമത് ബാൻ 2 എന്നടിക്കുമ്പോഴും രണ്ടാമത് ഡൗൺലോഡ് ചെയ്ത ഇമേജാണ് കൊടുക്കാനുള്ളത്. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൽ കൊടുത്തേക്കണേ അതേപോലെ തന്നെ നമ്മൾ അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ബാൻ 2 ആണ് അടിച്ചിട്ടുള്ളത്. നമ്മൾ പച്ച കളർ വുഡില്ലേ, അതാണ് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യാനുള്ളത്. എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലായിട്ട് RGS ടൂൾ ഡൺ എന്ന് കിടക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാൻ 6 എന്നടിച്ചിട്ട് 6 വരെ നമ്മൾ ആ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ടെക്സ്ചർ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഫയലിലോട്ട് പോകും. ആ ഫയലിൽ തന്നേക്കുന്ന ആ 6 ഫയൽസും നമ്മൾ അതിൽ തന്നേക്കുന്ന അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാൻ 1 ബാൻ 2 എന്നടിച്ചിട്ട് ആ ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തോട്ട് അതേ ഓർഡർ വരെ 6 വരെ നമ്മൾ കറക്റ്റായിട്ട് ബാൻ 6 വരെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ കേസ് നമ്മൾ ബാൻ 4 വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാൻ 5 ആണ് അടിക്കാനുള്ളത്. ബാൻ 5 അടിക്കുമ്പോൾ നമ്മൾ നേരെ വീണ്ടും അതേപോലെ തന്നെയാണ് നമ്മൾ 5ാമത്തെ ഇമേജ് നമുക്ക് ഇനി കൊടുക്കണം. ഇതും കൂടെ കൊടുത്താൽ ഇനി ഒരു ഇമേജും കൂടെ ഇനി അതിൽ കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ്, ഇതാണ് ലാസ്റ്റ് എത്തത്. ബാൻ 6 ആണ് നമ്മുടെ ലാസ്റ്റ് എത്തത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോയി നെറ്റ് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ നേരെ ഇൻ്റർനെറ്റിൽ പോയതിന് ശേഷം നമ്മൾ ആ രണ്ടാമത് കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ ഇൻ്റർനെറ്റിൽ പോയി പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഗൈസ്, ഞാൻ ഇതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമുക്കിതിൽ ക്ലിക്ക് ചെയ്താലേ വരുള്ളൂ. ഇനി കുറച്ച് നേരം പ്ലീസ് വെയിറ്റ് എന്ന് ഇതിൽ കാണിക്കുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഫയൽ ലോഡഡ് എന്ന് കാണിക്കും. ഇനി നമ്മൾ നെറ്റ് വീണ്ടും ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഗെയിം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് അടിക്കുമ്പോൾ നമ്മൾ വെളിയിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ടെക്സ്ചർ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ. ഞാൻ വെളിയിലിറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടെക്സ്ചർ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ കണ്ടത് അടിപൊളിയല്ലേ നമ്മുടെ ടെക്സ്ചർ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഞാൻ ഇത് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം നമ്മുടെ ട്രീ ഹൗസ് എങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എല്ലാം ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ട്രീ ഹൗസ് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോകാം. ഈ ട്രിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ബൈക്ക് സ്പോൺ ചെയ്യണം. ഞാൻ വെളിയിറങ്ങിയതിന് ശേഷം ആ ബൈക്ക് സ്പോൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന അതേ ബൈക്ക് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ഞാൻ ഇവിടെ ഒരു 400 അടിച്ചൊരു ബൈക്കാണ് സ്പോൺ ചെയ്തെടുക്കുന്നത്. 400 അടിച്ചൊരു ബൈക്ക്, എന്നിട്ട് പച്ച ബൈക്കില്ലേ, ആ ബൈക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ബൈക്ക് എടുത്തതിന് ശേഷം നമ്മൾ
മൊബൈൽ എടുത്തതിന് ശേഷം സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്യുക. സൂപ്പർ ജമ്പ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രോൺ മോഡ് എടുക്കണം. ഡ്രോൺ മോഡ് ഇപ്പോൾ ഓണാക്കാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കണം. ഡ്രോൺ മോഡൊന്ന് ആക്കിയതിന് ശേഷം DON എന്നടിച്ചതിന് ശേഷം ടിക്ക് കൊടുക്കുക, ഇങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ചാടണം. ഇനി നമ്മൾ ചാടിയതിന് ശേഷം അപ്പോൾ തന്നെ ഡ്രോൺ മോഡ് ഓൺ ആക്കണം. അപ്പോൾ തന്നെ നമ്മൾ ക്യാരക്ടർ താഴെ പോകും. എന്നിട്ട് നമ്മൾ ബൈക്ക് അപ്പോൾ തന്നെ കയറണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം എന്നിട്ട് നമ്മൾ ഡ്രോൺ മോഡ് ഓഫാക്കണം. സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഓഫാക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ക്യാരക്ടർ ഓരോരോ ഹെൽമെറ്റായിട്ട് എടുത്ത് തലയിൽ വെച്ചിട്ട് ഓരോന്നെടുത്ത് കളയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ കാണിച്ചു തരാം. അതായത് ഓരോന്നേരം നമ്മൾ ക്യാരക്ടറില്ലേ എടുത്ത് വയ്ക്കും, ഓരോന്നെടുത്ത് കളയും, വീണ്ടും എടുത്ത് വയ്ക്കും, വീണ്ടും എടുത്ത് കളയും. അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ അടുത്ത ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഒരെണ്ണം എടുത്ത് കളഞ്ഞിട്ട് ശേഷം അടുത്ത ഹെൽമെറ്റ് എടുത്ത് വെച്ച് കാണാൻ പറ്റും. നമ്മൾ എത്ര നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാലും നമ്മളെ ക്യാരക്ടർ ഊരും ഇടും അങ്ങനെ തന്നെ എടുത്ത് പുതിയതെടുത്ത് വെക്കും, പുതിയതെടുത്ത് എറിയും. പല പല കളറ് ഹെൽമെറ്റാണ് നമ്മൾ ക്യാരക്ടർ എടുത്ത് വെക്കണം. നിങ്ങളെന്തായാലും ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല കിടിലൻ ട്രിക്കല്ലേ ഗൈസ്. കാരണം നോക്കുമ്പോൾ നേരെയായിട്ട് നമ്മളെ ക്യാരക്ടർ ഹെൽമെറ്റ് ഇതുകൊണ്ട് അവിടെ എടുത്തെറിഞ്ഞ് ഉരുണ്ട് അങ്ങ് പോയി കിടക്കും, അങ്ങ് ദൂരെ പോയി കിടക്കും നമ്മളെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു വെള്ള ഹെൽമെറ്റാണ് നമ്മളെ ക്യാരക്ടർ വെച്ചിട്ടുള്ളത്, അതും എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ഹെൽമെറ്റാണ് നമ്മുടെ ക്യാരക്ടർ എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ഈ ട്രിക്ക് കൊള്ളാം അല്ലേ ഗൈസ്. ഊരും വെക്കും അങ്ങനെ തന്നെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമ്മളെ ക്യാരക്ടർ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഫോണിൻ്റെ ചാർജ് തീരും വരെ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മൾ ഡ്രോൺ മോഡ് എങ്ങനെയാണ് ഓഫാക്കുന്നത്, സൈഡിൽ കാണുന്ന മണ്ടയിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഡ്രോൺ മോഡ് ഓഫാകുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ക്യാരക്ടർ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ചെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും എത്ര എണ്ണം അങ്ങ് ഉരുണ്ട് പോയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടാണ് ഉരുണ്ട് പോയിട്ടുള്ളത്. നമ്മൾ ഹെൽമെറ്റ് പല പല കളറ് ഹെൽമെറ്റ് തുടങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ കാണുന്ന മണ്ടയിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെടി വെച്ചാലൊക്കെ ഇതൊക്കെ തെറിച്ചങ്ങ് പോകുന്ന കാണാൻ പറ്റും. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ ക്യാരക്ടറിനെ ഒന്ന് വെടി വയ്ക്കുമ്പോൾ ഒരു സ്റ്റാർ വീണിട്ടുണ്ട്. ഇനി പോലീസുകാർ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോലീസുകാർ വരുമ്പോൾ നമ്മൾ വെടി വെച്ച ആ ക്യാരക്ടറിനെ തന്നെ ഇടിച്ചു കൊല്ലും. പക്ഷെ പോലീസുകാർ കുഴപ്പമില്ല. അതുകൊണ്ട് ഗൈസ് ആ ക്യാരക്ടറിനെ ഇടിച്ചു കൊന്നു. അവിടെ അതുകൊണ്ട് ഇടിച്ചു കൊന്ന് തറയിൽ കിടക്കണം. ആ ക്യാരക്ടറിനെ പോലീസുകാരാണ് കൊന്നത്. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ട്രീ ഹൗസ് കാണിച്ചു തരാം. ഇവിടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തതിന് ശേഷമാണ് ട്രീ ഹൗസ് വരെ പോകുന്നുള്ളത്. ഇവിടെ നടന്നൊരു ലാഗൊന്നും അടുപ്പിക്കണില്ല. ബൈക്കിൽ പോയ ഒരൊറ്റ അടിക്ക് നമുക്കിവിടെ എത്താൻ പറ്റും. എന്നാലും ഈ സ്റ്റെയർ വഴിയാണ് നമ്മൾ കയറുന്നത് ട്രീ ഹൗസിലേക്ക്. നല്ല ടെക്സ്ചറുള്ള ഒരു അടിപൊളി ട്രീ ഹൗസ് തന്നെയാണ് നമ്മുടെ ഈ ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ല നല്ല സ്മൂത്താണ് ഗൈസ്. കയറിപ്പോകാൻ നല്ല സ്മൂത്താണ്. ഞാൻ ചെയ്ത പോലെ തന്നെ അതേ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഈ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കും പോലെ പാലം കണക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കയറിയുമ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബറാണ് ഇതുണ്ടാക്കിയത്. സിംലിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ഈ ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ട്രീ ഹൗസിൽ ഇനിയും കുറേ റൂമും ബെഡ്റൂമും അങ്ങനെ കുറേ സ്റ്റെയറൊക്കെ ഉണ്ട് നമ്മളെ ഈ ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അടുത്ത സ്റ്റെയർ കയറി ഇനി നമ്മൾ അടുത്തൊരു റൂമിലേക്ക് പോകാൻ പോവുകയാണ്. അടുത്തതെന്ന് വെച്ചാൽ വലിയൊരു റൂമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കയറിപ്പോകാം. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു വലിയൊരു റൂമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഒരു കതവില്ലാത്തൊരു ഡ്രോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീ ഹൗസിൽ അങ്ങനെ കഥയൊന്നുമില്ല. ഇവിടെ കയറുമ്പോൾ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരു ബെഞ്ച്, 2 സോഫ, ഒരു ബെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ തറയിലൊരു റൗണ്ടിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ മേലോട്ടൊരു സ്റ്റെയറും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം അതേപോലെയൊക്കെ തന്നെ ഒരു 2-3 സോഫയും ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും കൊടുത്തേക്കണം. പിന്നെ ഇവിടെ ഒരുപാട് വിൻഡോസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കയറുമ്പോൾ നമുക്ക് ഇവിടെ പുറമൊക്കെ കാണാൻ പറ്റും, പുറത്തൊക്കെ ഉള്ളതൊക്കെ കാണാൻ പറ്റും, മരം. ഈ അവസാനത്തെ റൂമെന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ നമ്മളെ ട്രീ ഹൗസിൻ്റെ സെൻറ്റർ ഭാഗമാണ്. ഇവിടെ നമുക്ക് വലിയൊരു ട്രീ നടുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ചുറ്റിനും കുറേ വേസ്റ്റ് ബാസ്ക്കറ്റും അങ്ങനെ കുറേ സംഭവമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതേപോലെ തന്നെ ഒരു പല പല കളറുള്ള ഒരു റൗണ്ട് എന്തോ സാധനങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ കറണ്ടിൻ്റെ ജനറേറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 2 സോഫ, ബെഞ്ച്, ലൈറ്റ് അങ്ങനെ ഇവിടെ അതേപോലെയൊക്കെ തന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്.
നമ്മൾ ഈ ട്രീ ഹൗസ് കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് ഗൈസ്. അതാണ് ഇവിടെയും ഒരു മേശയും സോഫയും ലൈറ്റൊക്കെ ഉണ്ട്. ഇവിടെ കൂടെ ഒക്കെ നോക്കി നമുക്ക് വെളിയൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഗൈസ് ഞാൻ താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഗൈസ് നമ്മുടെ ഈ ട്രീ ഹൗസിലുള്ള ഐറ്റംസ്, സോഫ, മേശ, ലൈറ്റ് അങ്ങനെയുള്ളതൊക്കെ തന്നെ നമ്മൾ ഈ ട്രീ ഹൗസിലുള്ളത്. അടുത്ത തവണ ഇതേപോലെ ഒരു പുതിയ ഐറ്റംസ് കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. ഇവിടെ പുറത്തിറങ്ങിയ തറയൊക്കെ ഇവിടെ റെഡ് കളർ പോലത്തെ ഒരു നമ്മൾ ഡൗൺലോഡ് ചെയ്തൊരു ടെക്സ്ചർ പോലെയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ താഴെ ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഇവിടെ ഉള്ളത്. ആ വന്ന വഴി തന്നെ നമ്മൾ ഇറങ്ങി പോകുന്നത്. നിങ്ങൾക്ക് ഈ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. ഇവിടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. യു ഗൈസ് പണി കിട്ടിയല്ലോ. നമ്മളെ ക്യാരക്ടർ തറയിൽ പോയി. നേരത്തെ ഗൈസ് നമ്മളെ ക്യാരക്ടർ ഒന്ന് ചത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓവർവ്യൂ ലുക്കും കാര്യങ്ങളൊക്കെ നമ്മളെ ട്രീ ഹൗസിൻ്റെ. ഇങ്ങനെ ഇരിക്കും നമ്മുടെ ട്രീ ഹൗസ് പുറത്തു നിന്നൊക്കെ നോക്കിയാൽ. നിങ്ങളും ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ട്രീ ഹൗസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഫയർ ഹെലികോപ്റ്ററും കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ ഗെയിമിലേക്ക് ഇപ്പോൾ മൊത്തത്തോടെ ഉള്ളത് ബട്ടർഫ്ലൈ ഹെലികോപ്റ്റർ, പോലീസ് ഹെലികോപ്റ്റർ, ആർമി ഹെലികോപ്റ്റർ. ഇനി നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ് ഫയർ ഹെലികോപ്റ്റർ. അതിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും നമ്മുടെ ആ ഫയർ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഫയർ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. കാണാൻ തന്നെ നല്ല റെഡ് കളറിലാണ്. നല്ല അടിപൊളി ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫയർ ഹെലികോപ്റ്റർ. അതുപോലെ കേസ് നമ്മുടെ ഗെയിമിലേക്ക് കിയ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാം. പക്ഷേ ഇത് വരുമെന്ന് 50% ചാൻസേ ഉള്ളൂ. എന്തായാലും വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ കിയ കാറും കാര്യങ്ങളൊക്കെ. ഈ ഒരു കളറിലാണ് നമുക്ക് കിയ കാർ കിട്ടുന്നത്. നമുക്ക് വേണമെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നതായിരിക്കും. നമ്മൾ കിയ കാറും കാര്യങ്ങളൊക്കെ നൈസ് കാർ തന്നെയാണ്. ഇത് ആഡായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്കും ഒരു ന്യൂ മൊബൈലും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോകുന്നുണ്ട്. ആ മൊബൈലും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതിന് മുമ്പ് തന്നെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ആ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ. നൈസാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത്. ഇതിൽ കുറേ ആപ്സും ഗെയിംസും ട്രീ ഹൗസിൻ്റെ 2 ലിങ്ക് ഞാൻ അതിൽ കൊടുത്തേക്കുന്നുണ്ട്. ആദ്യത്തെ ആ ടെക്സ്ചർ ലിങ്ക് കയറുമ്പോൾ നിങ്ങളൊരു ഫയലിലേക്ക് പോകുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഫസ്റ്റ് കിടക്കുന്ന അത് ഇമേജ് തൊട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ അതേ ഓർഡറിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം. എങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ട്രീ ഹൗസ് ഇതേപോലെ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ടെക്സ്റ്ററിൻ്റെ അടിയിലുള്ള ട്രീ ഹൗസിൻ്റെ ആ സെക്കൻഡ് ലിങ്കില്ലേ, പ്രൊജക്റ്റ് ലിങ്ക്, ആ ലിങ്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഗെയിമിലോട്ട് കയറുക. ശ്രദ്ധിക്കണം, നിങ്ങൾ നെറ്റ് ഓഫാക്കിയിട്ട് ഗെയിമിലേക്ക് കയറാവൂ, അല്ലെങ്കിൽ ആഡ്സൊക്കെ വന്ന് കുളമാവും. ഇനി നമ്മൾ ഗെയിമിലേക്ക് കയറിയതിന് ശേഷം അഡ്ജസ്റ്റ് ടൂൾ എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാൻ 1 ബാൻ 2 അങ്ങനെ അടിച്ചടിച്ച് ബാൻ 6 വരെ നമ്മൾ പോകണം. അതുവരെ അടിച്ചതിന് ശേഷം നമ്മൾ നെറ്റ് ഒന്ന് ഓൺ ആക്കണം. നെറ്റ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഇൻ്റർനെറ്റിൽ പോയി നമ്മൾ സെക്കൻഡ് കോപ്പി ചെയ്ത ആ ലിങ്കില്ലേ, ഫസ്റ്റത്തത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ് ഫോട്ടോസൊക്കെ. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ആ ലിങ്ക് നമ്മൾ ഇൻ്റർനെറ്റിൽ പോയി പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ആകുമ്പോൾ ലോഡഡ് എന്ന് കാണിക്കും. അതിന് ശേഷം നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് അടിച്ച് നോക്കുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് ടെക്സ്ചർ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാൻ അടുത്ത വീഡിയോയിലും ടെക്സ്ചർ ഹൗസ് അങ്ങനെ കുറേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. എല്ലാവരും എന്നും എൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് മോഡ് സ്റ്റോൾസൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. ഇത് യൂസ് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ ആദ്യം തന്നെ മോഡ് സ്റ്റോൾസ് കയറുമ്പോൾ ഈ ഫുർഫുറി നഗർ എന്നാണ് ഞാൻ 4 കൊടുത്തേക്കുന്നത്. നിങ്ങൾ 4 തന്നെ വേറെ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ 10 അത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളിപ്പോൾ ഒരു ലിങ്ക് കോപ്പി ചെയ്തെന്ന് വെച്ചോ, ആ കോപ്പി ചെയ്ത ലിങ്ക് എന്തോന്നിൻ്റെയാണെന്ന് നമുക്ക് മോഡ് സ്റ്റോൾസിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇതേപോലെ കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല. ഞാൻ കാണിച്ചു തരും ഇത് എങ്ങനെയാണെന്ന്. ട്രീ ഹൗസ് എന്ന് നമ്മളിപ്പോൾ ട്രീ ഹൗസിൻ്റെ ഒരു ലിങ്ക് കോപ്പി ചെയ്തില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ട്രീ ഹൗസ് എന്ന് കൊടുക്കുന്നുണ്ട്. ട്രീ ഹൗസ് എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ ഡണ്ണിൽ കൊടുക്കുന്നുണ്ട്. ട്രീ ഹൗസ് കൊടുത്തതിന് ശേഷം ഡണ്ണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ കൊടുത്താൽ മതി. വേണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ മോഡ് സ്റ്റോൾസ് ഒന്നും യൂസ് ചെയ്യാറില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണക്ക് ട്രീ ഹൗസ്, ഫുർഫുറി നഗർ അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം, ഷിൻചാൻ ഹൗസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് ഇത്രയൊന്നും ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.